നമസ്കാരം. ചിക്കുൻ ഗുനിയ എന്ന രോഗത്തെ നമ്മൾ മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളെ ആകെ ആശങ്കയിലാഴ്ത്തിയ ഒരു രോഗമായിരുന്നു ചിക്കുൻ ഗുനിയ. പലരുടെയും കൈയും കാലുകളൊക്കെ തന്നെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വല്ലാത്ത കഠിനമായ വേദനയും, അങ്ങനെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ എന്ത് രോഗമാണെന്ന് പോലും മനസ്സിലാകാൻ കഴിയാതെ ജനങ്ങൾ നട്ടം തിരിഞ്ഞിരുന്നു. പിന്നീടാണ് ഇത് ചിക്കുൻ ഗുനിയയാണ് എന്ന് മനസ്സിലാക്കുന്നതും ഇതിൻ്റെ ചികിത്സാ രീതികളൊക്കെ ആരംഭിക്കുന്നു. അന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന പി.കെ. ശ്രീമതി ടീച്ചർ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും പഴിയൊക്കെ അന്ന് കേട്ട ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ചിക്കുൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ അയൽ രാജ്യമായ ചൈനയിലാണ് ഇപ്പോൾ ഈ ചിക്കുൻ ഗുനിയ വലിയ തോതിൽ വ്യാപകമായി തന്നെ പടരുന്നത്. അവിടെ ജനങ്ങളൊക്കെ തന്നെ ആകെ ആശങ്കയിലാണ്. ഈ രോഗം എങ്ങനെയാണ് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ആർക്കും വ്യക്തമായ ഒരു ഉത്തരം നൽകാനും കഴിഞ്ഞിട്ടില്ല. ചൈനയിലെ ഗ്വാങ് ഡോങ് പ്രവിശ്യയിലാണ് ഈ രോഗം ഇപ്പോൾ വ്യാപകമായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുതൽ ഏതാണ്ട് 7000-ഓളം പേർക്ക് ഇത് ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു 1300 പേർക്ക് കൂടി വീണ്ടും ഈ രോഗം ബാധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ചൈനയിലെ അധികൃതർ ഇത് തടയുന്നതിന് വേണ്ടി ശക്തമായ തോതിലുള്ള മുൻകരുതൽ എടുത്തു തുടങ്ങി. കൊതുകുകളിലൂടെയാണ് ഈ രോഗം പകരുന്നത് എന്ന് നമുക്കറിയാം. ഒരിക്കലും ഒരു രോഗിയിൽ നിന്ന് മറ്റു രോഗിയിലേക്ക് അസുഖം പടരുകയില്ല. കൊതുക് കടിക്കുന്നതിലൂടെയാണ് ഈ രോഗം നമ്മളെ പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നതും അത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ ഇപ്പോൾ കർശന നടപടി ചൈനീസ് സർക്കാർ സ്വീകരിക്കുകയാണ്. ഹോട്ടലുകളിലും മറ്റുമൊക്കെ തന്നെ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ തന്നെ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നതോ വൃത്തിഹീനമായ അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മേൽ കർശനമായ നടപടി തന്നെയാണ് ഇപ്പോൾ ചൈനീസ് അധികൃതർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന രോഗികളോട് അസുഖം ഭേദമാകുന്നതുവരെ അവിടെ തന്നെ തുടരാനാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അസുഖം ഭേദമായതിനു ശേഷം മാത്രം വീട്ടിലേക്ക് പോയാൽ മതി എന്നാണ് ചൈനീസ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമേരിക്കയിൽ ഈ രോഗം വ്യാപകമായി പടരുന്നുണ്ട്. അമേരിക്കയിൽ പോയി മടങ്ങിയെത്തിയ ചില ആളുകൾക്ക് ഈ രോഗബാധ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം തൈവാനിൽ ഒരു സ്ത്രീക്ക് ചിക്കുൻ ഗുനിയ ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ ചൈനയിൽ സന്ദർശനം കഴിഞ്ഞ നാട്ടിൽ മടങ്ങിയെത്തിയതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇവർക്ക് ചിക്കുൻ ഗുനിയ ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആഗോളതലത്തിൽ തന്നെ ചിക്കുൻ ഗുനിയ വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളതായി ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചില മേഖലകൾ തുടങ്ങി നിരവധി രാജ്യങ്ങൾ, യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിലുമൊക്കെ തന്നെ തെക്കേ ഇന്ത്യയും അക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഈ രോഗം വീണ്ടും ശക്തമായ തോതിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ മുൻകരുതലെടുക്കണമെന്നും ഈ കൊതുകുകൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ലോകാരോഗ്യ സംഘടന ഈ രാജ്യങ്ങളോടൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എത്രത്തോളം ഇവർ ഫലപ്രദമായ രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും സംശയകരമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ധാരാളമുണ്ട്. അതുപോലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ശരിയായ രീതിയിലുള്ള പരിശോധന നടത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഈ രോഗം വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. രാവിലെയും വൈകുന്നേരത്തുമാണ് ഈ കൊതുകുകളുടെ കടിയേൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നീളം കയ്യുറായുള്ള ഉടുപ്പും മറ്റുമൊക്കെ ധരിച്ച് പരമാവധി കൊതുക് കടി കൊള്ളാതെ കൊതുകുവലയ്ക്കുള്ളിൽ ഉറങ്ങിയൊക്കെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിച്ചാൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇതിന് പ്രതിരോധ മരുന്നുകളില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം സൂക്ഷിക്കുകയും കൊതുകുകടി ഏൽക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ മാത്രമേ ഈ രോഗം വരാതിരിക്കുകയുള്ളൂ. ഏതായാലും ചൈനീസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം കഴിഞ്ഞ തവണ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിൽ നിന്നാണ്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിന് ആ സമയത്ത് എന്തൊക്കെ സന്നാഹങ്ങളാണോ ചൈനീസ് സർക്കാർ സ്വീകരിച്ചിരുന്നത് അതേ രീതികൾ തന്നെയാണ് അവർ ഇപ്പോഴും പിന്തുടരുന്നത്. കർശനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ചൈനീസ് സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ അസുഖം കൂടുതൽ പടർന്നു പിടിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ ചിക്കുൻ ഗുനിയ പടർന്നു പിടിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം കൂടുതൽ ആളുകൾ ഈ രോഗം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നും സ്വാഭാവികമായി സംശയിക്കപ്പെടുന്നുണ്ട്. ചൈനയിൽ ഇപ്പോൾ ഒരുപാട് IT കമ്പനികളും അതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പലപ്പോഴും വിദേശികൾ വളരെ കൂടുതലായി ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. ഒരുപക്ഷെ അവരിൽ നിന്നാണോ ഈ രോഗം ഇവിടെ എത്തിയത് എന്നറിയാൻ വഴിയില്ല. എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ തന്നെ ഇപ്പോൾ ചിക്കുൻ ഗുനിയ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 119 രാജ്യങ്ങളിലെ 5.6 ബില്യൺ ജനങ്ങളാണ് ഇപ്പോൾ ചിക്കുൻ ഗുനിയ ഭീഷണി നേരിടുന്നത് എന്നാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രമുഖർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കുക, ജാഗ്രത പുലർത്തുക. നമ്മുടെ രാജ്യത്തേക്ക് രോഗം വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ഇപ്പോഴേ തന്നെ മുൻകരുതലെടുക്കുക. കാരണം ലോകവ്യാപകമായി ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നമ്മൾ വളരെ ഗൗരവമായി തന്നെയാണ് കണക്കാക്കേണ്ടത്.